വയനാട് ചീരാലിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. രാവിലെ 9 മണിയോടെ ചീരാൽ പഴൂർ റോഡിൽ പണിക്കരുപ്പടിയിലാണ് വാക്കടവത്ത് കടുവയെ കണ്ടതായി പറയുന്ന വിവരം പറഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസും വനം വകുപ്പും തെരച്ചിൽ നടത്തുകയാണ്. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നു. ജോഷ്ല, എന്തൊക്കെയാണ് കടുവയുടെ തെളിവായി അവിടെ ബാക്കിയുള്ളത്? 9 മണിയോടെയാണ് പണിക്കരുപടിയിൽ പ്രദേശവാസിയായ വാക്കടവ് ജിതേഷ് കടുവയെ കണ്ടതായി പറയുന്നത്. മുണ്ടക്കൊല്ലിയിലും കടുവയെ കണ്ടതായുള്ള സൂചനയുണ്ട്. വിവരമറിഞ്ഞ് പോലീസും വനംവകുപ്പും തിരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി ഇവിടെ പുലി ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. 2 ഭാഗത്ത് നിന്നും, അതായത് തമിഴ്നാട് അതിർത്തിയിൽ നിന്നും അതുപോലെ തന്നെ കേരള അതിർത്തിയിൽ നിന്നും പുലിയെ പിടികൂടുകയും ചെയ്തിരുന്നു. ആ ഒരു ഭീഷണി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ്, അതായത് അതിനുശേഷവും പുലിയെ കണ്ടെത്തിയിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ പ്രദേശവാസിയായ ജിതേഷ് അത്തരത്തിൽ കടുവയെ കണ്ടതായി സംശയവും പ്രകടിപ്പിക്കുന്നുണ്ട്. ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു കാൽപ്പാടുകൾ വനംവകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസും വനംവകുപ്പും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രദേശത്തെ ആളുകളുടെ ആശങ്ക നമ്മൾ കാണുന്ന കാൽപ്പാടുകൾ അവിടെ നിന്ന് ലഭിച്ചാണ്, അത് കടുവയുടേതാണെന്ന് വനംവകുപ്പ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്നാലും അതായത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ പോലും പ്രാഥമികമായി പറയുമ്പോൾ അത് കടുവയുടേതാണെന്ന സംശയം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. എന്തായാലും ആളുകളുടെ ഒരു ആശങ്ക അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വനംവകുപ്പ് അതിനുള്ള ക്രമീകരണങ്ങൾ, കടുവയുണ്ടെങ്കിൽ കൂട്ടിൽ കയറാനും അതുപോലെ തന്നെ അതിനെ പിടികൂടാനുമുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. ആളുകളുടെ ആശങ്ക മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അതുപോലെ തന്നെ നേരത്തെ പുലി ഭീഷണി നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. പുലിയെ പിടിച്ചതിന് ശേഷവും പുലിയെ കണ്ടെത്തുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്, പുലിയെ കാണുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വന്യമൃഗശല്യം കൂടി വരുന്ന ഒരു പ്രദേശം എന്നുള്ള നില കണക്കിലെടുത്തുകൊണ്ട് വനംവകുപ്പ് ഈ ഒരു വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ശരി, ജോഷ്ലയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.